തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കോർപ്പറേഷന്റെ പരിശോധനാ നടപടി തുടരുന്നു. ആമേഴഞ്ചാൻ തോടടക്കം വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി പേരാണ് പിടിയിലായത്. ജോയിയുടെ മരണം വേണ്ടി വന്നു നഗരസഭയുടെ കണ്ണൊന്നു തുറക്കാൻ. പക്ഷേ ഇപ്പോഴിതാ ഇരുട്ടിൽ മാലിന്യമിടുന്നവനെ ഇരുട്ടിൽ തന്നെ പൂട്ടാനാണ് നഗരസഭയുടെ തീരുമാനം. അതിനായി വനിതാ സ്പെഷ്യൽ നൈറ്റ് സ്ക്വാഡിനെ ഇറക്കിയിരിക്കുകയാണ് നഗരസഭ. നഗരത്തിലെവിടെയും ഇതുപോലെ കടന്നു വരും. മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ കടുത്ത പിഴ ചുമത്തും. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചതിന് പിന്നാലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നൈറ്റ് സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചത്. വ്യാഴാഴ്ച പ്രത്യേക ഓപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിലുള്ള നൈറ്റ് സ്ക്വാഡുകൾ ആമയഞ്ചാൻ കനാലിൽ മാലിന്യം തള്ളാൻ ശ്രമിച്ച 9 വാഹനങ്ങൾ പിടികൂടി. നിയമലംഘകരിൽ നിന്ന് 45,090 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ കക്കൂസ് മാലിന്യം KRFBയുടെ ഓടയിലേക്ക് ഒഴുക്കുന്നത് പിടികൂടിയതോടെ 1,00,000 രൂപയാണ് പിഴ ഈടാക്കിയത്. ഇന്നലെ പരുത്തിക്കുഴി ഭാഗത്ത് മാലിന്യം തള്ളിയ 2 പേരിൽ നിന്നായി 12,000 രൂപയും ഈടാക്കി. നൈറ്റ് സ്ക്വാഡിന്റേത് മികച്ച പ്രവർത്തനമാണെന്നും ആളുകളുടെ മനോഭാവം മാറണമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു പറഞ്ഞു. ആമയഞ്ചാൻ തോടിൽ ഒരു റെയിൽവേയുടെ ഒരു കരാർ ജീവനക്കാരൻ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായ ഒരു അന്തരീക്ഷത്തിൽ പോലും നമ്മൾ സ്ക്വാഡ് ഇറങ്ങുമ്പോൾ ആളുകൾ ആമയഞ്ചാൻ തോടിൽ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നമുക്ക് പിടിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. നമുക്ക് കൈകാര്യം ചെയ്യാൻ എന്തൊക്കെ മാലിന്യമാണ് ഉണ്ടാകുന്നത് അതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നഗരസഭ ഒരുക്കുമ്പോൾ അതിലേക്ക് മാറാൻ തയ്യാറാകാതെ ചില ആളുകളുണ്ട് എങ്കിൽ കുറേ നാൾ നമ്മൾ പല ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇനി അങ്ങനെ വെറുതെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതിനപ്പുറം ഒരു ശക്തമായ ഇടപെടൽ തന്നെ അതിലാവശ്യമായി വരും. പരിശോധനയോട് നിസ്സഹരണവും മോശം പെരുമാറ്റവും ഉണ്ടാകുന്നുണ്ടെന്ന് നൈറ്റ് സ്ക്വാഡും വ്യക്തമാക്കി. ആളുകൾ വളരെ മോശമായിട്ട് തന്നെയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. പിന്നെ ചിലർ സ്ക്വാഡ് പറയുമ്പോൾ തന്നെ അവരെ ഇട്ട് സമ്മതിച്ച് അപ്പോൾ തന്നെ ചിലർ ഫൈൻ അടയ്ക്കാൻ തയ്യാറാവാറുണ്ട്, ചിലർ തർക്കിക്കാറുണ്ട്. നമ്മൾ പറയും, നോട്ടീസ് കൊടുക്കും, ഫൈൻ അടച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഫൈൻ അടയ്ക്കാറുണ്ട്, ഫൈൻ കിട്ടുന്നതുമുണ്ട്. പിന്നെ കുറേ പേരൊക്കെ തർക്കിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.